കാടിനെ അറിഞ്ഞും മനസ്സിലാക്കിയും തട്ടേക്കാട് വനത്തിൽ രാവിലെ 7 മണി മുതൽ 11 മണി വരെ ഒരു ട്രക്കിംഗ് സംഘം ചെലവഴിച്ച കാഴ്ചകളായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അതിനുശേഷമുള്ള 3 മണിക്കൂറിൽ അവർ നേരിട്ടെറിഞ്ഞ പുത്തൻ അനുഭവങ്ങളാണ് ഈ എപ്പിസോഡിൽ. കണ്ണും കാതും മനസ്സും തുറന്നിരുന്നാൽ കാട്ടിലെ എന്തും അനുഭവങ്ങളാണല്ലോ. അതുകൊണ്ട് അടുത്തതായി കാഴ്ചയ്ക്ക് വിഷയമായത് ഒരുതരം ആൽമരമായിരുന്നു. ഇത് കാട്ടിലെ ഒരു കൊലയാളിയാണ്. അതിന്റെ പേര് തന്നെ കൊലയാളിയാൽ എന്നാണ്. പേരിന് കാരണമായ ആ മരത്തിന്റെ പ്രത്യേകതയും ആൽമരങ്ങൾ പൊതുവെ വളരുന്ന രീതികളുമൊക്കെ വിവരിച്ചു പറഞ്ഞപ്പോഴാണ് അതിജീവനത്തിനായി മരങ്ങളും അത്ഭുതകരമായ രീതികൾ സ്വീകരിക്കാറുണ്ടെന്ന് ഈ ട്രക്കിങ്ങിൽ പങ്കെടുത്തവർക്ക് മനസ്സിലായത്. ആ ഹോസ്റ്റ് ട്രീയെ സ്ട്രാങ്കിൾ ചെയ്തിട്ട് മുകളിലേക്ക് വളർന്നിട്ടുണ്ട്. കിട്ടാതെ അതിൻ്റെ കനോപ്പി കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ സ്വാഭാവികമാണ്, എന്ത് പറ്റും, സൺലൈറ്റ് കിട്ടില്ല. അപ്പോൾ ഹോസ്റ്റ് ട്രീ പയ്യെ പയ്യെ ഡെഡ് ആവും. ഇങ്ങനെ പലതരത്തിലുമുള്ള മരങ്ങളുടെ കാര്യത്തിൽ അവർക്കുള്ള താല്പര്യം കണ്ടപ്പോഴാണ് ഗൈഡ് മറ്റൊരു മരത്തിന്റെ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് പുല്ലാണി മരത്തിന്റെ കാര്യമായിരുന്നു. ഈ വളഞ്ഞു പോകുന്ന ഈ വള്ളിയാണ് ഈ പുല്ലാന്തി എന്ന് പറയുന്ന സാധനം. പുല്ലാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ജലസംഭരണിയാണ്. ഇപ്പോൾ കാടുകളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞാലും ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പം നമ്മളൊക്കെ കാട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളമില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തണ്ട് നമ്മൾ വെട്ടിയിട്ട് ആ കടയും തലയും രണ്ടങ്ങ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടി വരും. അതുപോലൊരു സാധനമാണ് ഈ പുല്ലാന്തി എന്ന് പറയുന്നത്. मेरा नाम भाग्या है और मैं महाराष्ट्र से हूँ. एक्चुअली मुझे यहाँ पे आके 1 साल हो गया है, लेकिन ये मेरा फर्स्ट ट्रैकिंग एक्सपीरियंस है केरला में आने के बाद. सो यहाँ पे आने के बाद मैंने डिफरेंट टाइप्स ऑफ वैरायटीज़ के बर्ड्स देखे, उनके जो बायोडाइवर्सिटीज़ होते हैं वो देखे. इसके साथ साथ यहाँ पे बहुत कुछ एक्सपीरियंस किया है. ये तो एक थ्रिलिंग एक्सपीरियंस था मेरे लाइफ में. उसके साथ साथ मैंने थोड़ी बहुत मलयालम सीख ली है, तो उनके साथ मैं बात कर सकती हूँ. और इसके साथ साथ मुझे यहाँ पे अच्छा लग रहा है, मतलब एक पीस है. अगर आपको कहीं मतलब डिस्टर्बेंस हो, यहाँ पे आपको शांति चाहिए, तो आप यहाँ पे आके अच्छे से ये कर सकते हैं, एक्सप्लोर कर शांति ले सकते हैं. थैंक यू. അപ്പോഴാണ് തൊട്ടുമുകളിലെ മരക്കൊമ്പിൽ ഇരിക്കുന്ന മലയണ്ണാനെ ആരോ കണ്ടുപിടിച്ചത്. അണ്ണാൻ ഇങ്ങനെ അല്ല, അതാ സാധാരണ നമ്മുടെ അണ്ണാൻ. ഇത്രയും അധികം മനുഷ്യരെ ഒരുമിച്ച് കണ്ടതിനാലാവാം ആ വട്ടമരത്തിന്റെ കമ്പിന്മേൽ പതുങ്ങിയിരിക്കുകയായിരുന്നു അത്. നല്ല ഭംഗിയാണ്. തട്ടേക്കാട് പോലെയുള്ള ഒരു പക്ഷിസങ്കേതത്തിലെത്തിയിട്ട് ഇതുവരെ ഒരു കാട്ടുപക്ഷിയെ നന്നായി കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുകൊണ്ടിരിക്കുകയായിരുന്ന എൻ്റെ കാഴ്ചയിലേക്ക് അപ്പോഴാണ് അതെത്തിയത്. പച്ചിലകൾക്കിടയിൽ നിന്നും അതിനെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. എങ്കിലും ആ ഇടംപിരി വലംപിരി ചെടിയുടെ തേൻ കുടിക്കാനുള്ള അതിൻ്റെ ശ്രമം കൊണ്ട് ഒട്ടൊക്കെ വ്യക്തമായി അതിനെ കാണുവാൻ കഴിഞ്ഞു. ഒരു ഇലക്കിളിയെ. ഇങ്ങനെ അടുത്തും അകലെയും വ്യക്തമായും അല്ലാതെയുമൊക്കെയായി പലതരം പക്ഷികളെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും തട്ടേക്കാടിൻ്റെ സ്റ്റാർ പക്ഷിയായ ഫ്രോഗ് മൗത്തിനെ കാണിക്കാൻ പറ്റുമോ എന്ന ആലോചനയിലായിരുന്നു അപ്പോൾ ഞാൻ. കൂട്ടത്തിലാരോ ആ പേര് പറയുന്നതും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഫോറസ്റ്റ് ഗൈഡിൻ്റെ സൂക്ഷ്മമായ കണ്ണുകൾ ഒരെണ്ണത്തിനെ കണ്ടെത്തിയിരുന്നു. ഇലകൾക്കിടയിൽ നിന്നും അതിനെ കണ്ടെത്തിയ ആ ഗൈഡിൻ്റെ കണ്ണുകളുടെ ശക്തിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം പറ്റുന്ന രീതിയിൽ അതിനെ പകർത്തുവാനും അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു.
ചുറ്റുപാടിനോട് ചേർന്നിരിക്കാനുള്ള തൻ്റെ കഴിവിൽ അങ്ങേയറ്റം വിശ്വാസമർപ്പിച്ച ആ മാക്കാച്ചിക്കാടയാവട്ടെ ഇരുന്നിടത്തു നിന്നും തെല്ലിട പോലും ചലിക്കാതെ സന്ദർശകരെ തുറിച്ചു നോക്കിക്കൊണ്ടും ഇരിക്കുകയായിരുന്നു. ഹായ്, എൻ്റെ പേര് അഞ്ജന, വീട് പറവൂരാണ്. ഇതിപ്പോൾ എൻ്റെ എക്കോ ക്ലബിൻ്റെ 2ാമത്തെ ട്രിപ്പാണ്. അന്നത്തേലും ഇന്നത്തെയും കൂടിയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആഡ് ഓൺ തന്നെയാണ് ശരിക്കും. കാരണം അന്ന് ഇവരുണ്ടായിരുന്നില്ല. നമ്മൾ വാഴച്ചാൽ ട്രക്കിങ്ങിന് പോയപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ഗൈഡ്സ് ആണ് ഉണ്ടായിരുന്നത്. അവർക്കറിയാവുന്ന അവർ പറഞ്ഞു തന്നിരുന്നു. പക്ഷെ ഇന്ന് ഗൈഡ്സ് പ്ലസ് ഇവരും കൂടി ആയപ്പോൾ കുറച്ചിങ്ങനെ ആഡ് ഓൺ കൂടി അത്യാവശ്യം നല്ല കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. പിന്നെ പറഞ്ഞു തന്നത് വളരെ നന്നായിട്ട് പറഞ്ഞു തന്നെ, നല്ല ഇങ്ങനെ ശരിക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ഓഫ്കോഴ്സ് എക്കോ ക്ലബ്, താങ്ക് യു. ഇങ്ങനെ പലതരം കേൾവികളും കാഴ്ചകളും മാത്രമല്ലാതെ ഗന്ധങ്ങളും അല്ലെങ്കിൽ മണങ്ങളും കാട്ടിലെ ആസ്വാദ്യതകളാണെന്ന് പങ്കെടുത്തവർ മനസ്സിലാക്കി. ആനകൾ അവയുടെ ശരീരം മരത്തിലുരച്ചതിൻ്റെ സമ്മിശ്ര ഗന്ധം അനുഭവിച്ചപ്പോൾ അവർക്കുണ്ടായ പ്രതികരണം അങ്ങനെയായിരുന്നു. അപ്പോഴാണ് കാട്ടിൽ ആനകളുടെ മറ്റൊരു തരം പ്രവൃത്തി ഗൈഡ് ചൂണ്ടിക്കാണിച്ചത്. ഈ വഴി മിക്കവാറും ആന പാസ് ചെയ്യുന്നൊരു വഴിയാണ്, വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്, പുഴയിലേക്ക്. അപ്പോൾ ആന കുത്തിയിട്ടുള്ളൊരു ഇതാണ്, അത് കുത്തി അതിൻ്റെ തൊലി കഴിക്കാൻ വേണ്ടിയിട്ട് കുത്തി പൊളിച്ച് വെച്ചിരുന്ന ഇതാണ് കാണുന്നത്. ആന കുത്തിയിട്ടുള്ള പാടുകളാണ് ഈ കാണുന്നത്, കൊമ്പിൻ്റെ പാടൊക്കെയാണ് കാണുന്നത് കേട്ടോ. എന്താ മരം? ഇത് തേക്ക് മരമാണ് കേട്ടോ. തേക്കല്ലാതെയുള്ള വേറെ ഏതെങ്കിലും മരത്തിൽ ഇത് ചെയ്യും? പല മരങ്ങളുടെയും തൊലികൾ ഇങ്ങനെ കുത്തി ആന മേളിൽ വരെ ഇങ്ങനെ താഴേന്ന് വലിച്ചിട്ട് തൊലി പറിച്ച് കഴിക്കാറുണ്ട്. അടുത്തതായി ഒരു ചെറിയ മലകയറ്റമായിരുന്നു. കന്നാലിപ്പാറ എന്നറിയപ്പെടുന്ന ആ മലയുടെ മുകളിലെത്തിയപ്പോഴേക്കും എല്ലാവർക്കും ഒന്നിരുന്ന് വിശ്രമിക്കാനുള്ള മനോഭാവം ആയിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് സാന്ദ്ര തൻ്റെ അനുഭവവുമായി പ്രത്യക്ഷപ്പെട്ടത്. ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ട്രക്കിംഗ് പോലൊരു ഒരു ലൊക്കേഷനിലേക്ക് ഞങ്ങൾ വന്നായിരുന്നു. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ആ ക്ലൈംബ് കയറിയപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചായിരുന്നു. പക്ഷേ ഇവിടെ കയറിയപ്പോൾ മനസ്സിലായി വർത്ത് ദ ക്ലൈംബായിരുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറെ കാലത്തിന് ശേഷം മൊബൈലൊന്നൊരു സൈഡിൽ വെച്ചിട്ടൊന്ന് നാച്ചുറലേക്ക് ഇറങ്ങിയ പോലെ തോന്നി. സാന്ദ്ര പറഞ്ഞതുപോലെ സുന്ദരമായ ആ മലമുകളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ പറ്റിയ വിഷയം മലകളുടെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു. അത് ഒരു ചോദ്യമായി ഞാൻ ഉയർത്തിയതായിരുന്നു. ഹൈസ്കൂൾ പഠന കാലയളവിന് ശേഷം എല്ലാവരുടെയും ഓർമ്മകളെയും അറിവുകളെയും ട്രിഗർ ചെയ്ത ഒരു ചോദ്യമായി അത്. വനനശീകരണവും മഴയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു അവിടെ. കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും എന്തിന് ഗ്ലോബൽ വാർമിംഗ് പോലും ആ കന്നാലിപ്പാറയ്ക്ക് മുകളിലെ ഇരിപ്പിൽ ചർച്ചാ വിഷയമായി. മരങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതായത് അയോണിക് ഫോമിലുള്ള ന്യൂട്രിയൻസ് ഈ മരങ്ങളും ചെടികളും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ആ എടുക്കുമ്പോൾ എയർ ഫ്ലോ ചെയ്ത് ട്രാവൽ ചെയ്യുമല്ലോ. അപ്പോൾ ആ ട്രാവലിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് തന്നെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് കാണുന്നു. അതാണ് ഉത്തരം. Our weather conditions are directly connected with our geography. ഇവിടുത്തെ ഗൈഡുകളുടെ കാടനുഭവങ്ങൾ ചോദിച്ചപ്പോൾ ഒരാൾ ആനകളുമായുള്ള എൻകൗണ്ടറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ സാറിന് ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ സാറിനോട് ചോദിച്ചാൽ നേരെ ഉറന്നിലേക്ക് വെക്കണം മതി. ബോർഡർ കഴിഞ്ഞ് അതിലൊക്കെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു കൂട്ടത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കയറി. അപ്പോൾ ഞങ്ങൾ ബാക്കിലേക്ക് വലിഞ്ഞു. അവിടെ ഒരു ഫണ്ണിക്കോഴി ആ വാച്ച് ടവറില്ലേ അവിടെ കയറിയേക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് തൊട്ട് പറയുന്ന അടുത്തത്. ഇത് രണ്ടിനും നടുക്കായിപ്പോയി. ആദ്യം ഈ സാധനം ഒരു സൗണ്ട് കേൾപ്പിക്കും, സൗണ്ട് അന്നേരം മാറിക്കൊള്ളണം. അത് ചാർജിങ്ങാ, അത് സിഗ്നൽ. അത് ഞങ്ങൾ മാറി നിന്നു. ഞാനും ഷിബു എന്ന് പറഞ്ഞാൽ പയ്യ കയറിപ്പോഴാണ് കറക്റ്റ് എൻ്റെ നോട്ടവും ഞങ്ങളുടെ നോട്ടം കറക്റ്റായി പോയി. പയ്യ വലിഞ്ഞു. അപ്പം തന്നെ ആ സാധനം ചാർജ് കേൾപ്പിച്ചു. എന്നാൽ ഇവിടെ കയറിയേക്കാന്ന് വെച്ചപ്പോൾ അന്നേരം തൊട്ട് പുറകില്ല. എന്നിട്ട് പിന്നെ താഴത്തേക്ക് വട്ട ഇറങ്ങി റൗണ്ട് ചെയ്ത് കയറി. അപ്പം തന്നെ വണ്ടി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകാനും കൂടെ
ഞാൻ എന്താ പൈസ ഒരു ഫോട്ടോ ഇതിനകത്ത് ചെറുതായിട്ട് പേടിച്ചിരിക്കുമായിരിക്കും ഈ തലാപ്പുള്ളി. അങ്ങനെയൊന്നുമല്ല, അവൻ നമ്മുടെ കന്നാലിപ്പാറയിൽ നിന്നുമുള്ള മടക്കയാത്രയിലാണ് ട്രക്ക് പാത്തിലെ പുല്ലുകൾക്കിടയിൽ അമർന്നിരിക്കുന്ന ഒരാളെ കണ്ടെത്തിയത്. വളരെ രസകരമായ ഒരു പാമ്പാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ. ഞാൻ ഈ വടി കൊണ്ട് കാണിക്കുന്ന ഈ സ്ഥലത്ത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഇത് ഇത്രയും ആൾക്കാർ ഇതുവഴി നടന്നിട്ട് അത് സെൻസ് ചെയ്തിട്ട് വളരെ കെയർഫുള്ളായിട്ട് അനങ്ങാതെ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ആൻറ്റിവനം പോലും കിട്ടാനില്ലാത്ത ഒരു തരം പാമ്പാണിത്. ഇതിൻ്റെ പേരാണ് ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ. മൂക്കനണലി അല്ലെങ്കിൽ മുഴമൂക്കനണലി എന്നാണ് ഇവൻ്റെ പേര്. അവിടെ നിന്നും തിരികെ പുറത്തേക്കുള്ള നടത്തത്തിലും ചോദ്യങ്ങളും ചർച്ചകളുമൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാവരിലുമുള്ള ഉത്സാഹം രാവിലത്തെ അതേ ലെവലിൽ. ഇവിടെ ആനയെയും കടുവയെയും പുലിയെയും ഒന്നും കണ്ടില്ല എന്ന നിരാശയില്ല. നേരെ മറിച്ചുള്ളതോ പ്രകൃതി എത്ര വൈവിധ്യസമ്പന്നം എന്ന ആശ്ചര്യം മാത്രം. വളരെ നല്ലൊരു നോളജ് ഷെയറിങ് സെഷനായിട്ടാണ് കരുതുന്നത്. എങ്ങനെയാണ് ഒരു ഇക്കോസിസ്റ്റം ഫോം ചെയ്യുന്നത്, അതായത് ഒന്നിനെ സപ്പോർട്ട് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സിസ്റ്റം നമുക്കിവിടെ ഓരോ ചെടിയിലും ഓരോ മരത്തിലും ഓരോ മൃഗങ്ങളിലും കാണാൻ പറ്റും. അത് തീർച്ചയായിട്ടും വന്നിട്ട് സ്പെൻഡ് ചെയ്തിട്ട് അത് പഠിച്ചിട്ട് എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നേച്ചർ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ തരും. താങ്ക് യു. അതെ, നമ്മൾ കാട്ടിൽ പോകുമ്പോൾ പല വിധങ്ങളായ അനുഭവങ്ങൾ ലഭിച്ചേക്കാം. നമ്മുടെ സെൻസ് ഓർഗൻസിനെയൊക്കെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ. പക്ഷേ അതിനുമൊക്കെ ഉപരിയാണ് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. വേണ്ടത് 3 കാര്യങ്ങളാണ്. ആദ്യം പ്രകൃതി, പിന്നെ തുറന്ന മനസ്സോടെയുള്ള സമീപനം, പിന്നെ പ്രകൃതിയെയും കാഴ്ചക്കാരനെയും ബന്ധിപ്പിക്കുന്ന ഒരാൾ. അയാൾ ഒരു ഫോറസ്റ്റ് ഗൈഡാവാം, ഒരു നാച്ചുറലിസ്റ്റുമാവാം, അല്ലെങ്കിൽ പ്രകൃതി യാത്രയെ ആസ്വാദ്യകരമായ ഒന്നായി മാറ്റാൻ കഴിവുള്ള ആരുമാവാം. അപ്പോൾ പിന്നെ ഇത് ചുമ്മാ ഞാനിവിടെ തന്നെ വന്നതായിരുന്നെങ്കിൽ ചുമ്മാ അതേ ഒരു പക്ഷി എന്ന് പറഞ്ഞിട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ ഇവർ വന്നുകൊണ്ട് മാത്രം ആ പക്ഷിയുടെ പേര് പറഞ്ഞ് എനിക്ക് ആൾക്കാരെ കാണിക്കാൻ പറ്റിയത്. ഇപ്പം 1-2 പക്ഷികളുടെ പേര് അങ്ങനെ പഠിച്ചു. അപ്പോൾ ഇതിനുള്ളതുകൊണ്ട് മാത്രം ഇവരുടെ കുറേ കഥകളും കേട്ടു. അത് തികച്ചും വ്യത്യസ്തമായിരുന്നതായിരുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യരുമായി നിരന്തരമായി വനത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് ആവർത്തിച്ച് വ്യക്തമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. പ്രകൃതി ആസ്വദിക്കാനും അറിയുവാനുമുള്ള അക്ഷയഖനിയാണ്. അതിനുള്ള അവസരം ലഭിച്ചാൽ മാത്രമേ സാധാരണക്കാരിൽ പ്രകൃതി സ്നേഹം മുളപൊട്ടുകയുള്ളൂ. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആ മുള നാമ്പെടുത്ത് വളർന്നാൽ സംരക്ഷണം സ്വാഭാവികമായും സംഭവിച്ചുകൊള്ളും. കാരണം സ്നേഹമുള്ളിടത്തെ സംരക്ഷണം സാധ്യമാവൂ എന്നത് തന്നെ. 3 പക്ഷികളെ കാണിച്ച് ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ പറഞ്ഞു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലൈക്ക് 3 പേർക്ക് 3 തരത്തിലാണ് വേട്ടയാടുന്നത്, സെയിം ഇരയാണെങ്കിൽ പോലും. സോ അതെല്ലാം പല നോളജുകളാണ്. മൈക്രോ ലെവലിൽ നമുക്ക് കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടും. സോ താങ്ക് യു സോ മച്ച്. ലൈക്ക് സ്പെഷ്യലി സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇദ്ദേഹം നമ്മൾ ഈ പറഞ്ഞ വണ്ടി വിളിച്ച് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ട്. സൈക്കിൾ എടുത്ത വെച്ച് 3 പോയി കഴിഞ്ഞ 3 സൈക്ലിസ്റ്റാണ്.